പര എന്ന് പറയുന്ന ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ ആ മന്ത്രത്തിന്. ആ അക്ഷരത്തിന് അപ്പോൾ ഞാൻ നേരത്തെ സൂചിയുടെ മോനെ പറഞ്ഞതുപോലെ അത്രത്തോളം സൂക്ഷ്മമാണ്, അത്രത്തോളം ദൃഢമാണ്, അത്രത്തോളം ശക്തി അതിനുണ്ട്. അപ്പോൾ ആ പരയിൽ പോകുമ്പോൾ ലയമാണ്, കൂടുതൽ അക്ഷരമാണ്. അപ്പോൾ പ്രണവം എങ്ങനെയാണ്? ആ പ്രണവത്തിന് വെറും ഓംകാരം, അകാര ഉകാരം അകാരങ്ങൾ, അതിൻ്റെ നാദം ബിന്ദു എന്ന് പറയുന്ന ചില ഭാവങ്ങളും കൂടെ വരുമ്പം അത് സൂക്ഷ്മമായിട്ടുള്ള അപ്പോൾ ആ ഓംകാരത്തിന് അത്രത്തോളം ശക്തിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പര എന്ന് പറയുന്ന അക്ഷരത്തിന്, ഈ പര എന്ന് പറയുന്ന ബീജമന്ത്രത്തിന് അത്രത്തോളം ശക്തിയുണ്ട്. പരയിലാണ് ഈ തത്വം പോയിട്ട് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ പരയിൽ നിന്നാണ് ഈ തത്വങ്ങളെല്ലാം തുടങ്ങുന്നത്. ശിവനും ശക്തിയും കൂടെ ചേർന്ന് സദാശിവൻ എന്ന് പറയുന്ന ഒരു തത്വം, മൂന്നാമത്തെ തത്വത്തിലേക്ക് വരുമ്പോൾ ആ തത്വത്തിൻ്റെ ഘടനയിൽ ഏറ്റവും ടോപ്പിൽ പോയി നിൽക്കുന്നത് പര എന്ന് പറയുന്ന അവസ്ഥയിലാണ്. പരാശക്തി എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. എന്താണ് ഈ പരാശക്തി എന്ന് പറഞ്ഞാൽ? ഏറ്റവും ആദ്യത്തെ ശക്തിയാണ്. ഇപ്പോൾ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നത് സ്ഫോടനത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ആ സ്ഫോടനത്തിന് കാരണമായതെന്തോ അതാണ് പരാശക്തി. ഒരു സ്ഫോടനത്തിന് എന്താണോ സ്ഫോടനം, ആ സ്ഫോടനം സംഭവിച്ച സാധനമാണ് ശിവൻ. അപ്പോൾ ശിവനിൽ ഈ ശക്തി ചേരുമ്പോഴാണ് സ്പന്ദം എന്നൊക്കെ ഇതിന് പറയും. ഈ സ്പന്ദ സിദ്ധാന്തം എന്ന തന്ത്രശാസ്ത്രത്തിനെ വിളിക്കുക. ആ സ്പന്ദം ഉണ്ടാകുമ്പോഴാണ് പ്രപഞ്ചം പലതായിട്ട് മാറുന്നത്.